Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം PYQ സീരീസ് ക്വസ്റ്റ്യൻസ് ആണ്, മാത്തമാറ്റിക്സ് പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. First question, if vector A magnitude of vector A equal to 3 and magnitude of vector B equal to 2, then the value of 2A plus 3B dot 2A minus 3B is equal to. Actually ഇത് A plus B into A minus B ഫോർമാറ്റിലാണ് കിടക്കുന്നത്. That's equal to A square minus B square. എ എന്ന് പറയുന്നത് ഇവിടെ 2A ആണ്, ബി എന്ന് പറയുന്നത് 3B ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരിക്കും. ദാറ്റ് ഈസ് 2 നമുക്ക് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് അറിയാം. അപ്പോൾ 2A ഇൻറ്റു 2A പറയുമ്പോൾ 4 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് 3B ഇൻറ്റു 3B 3 ഇൻറ്റു 3 9 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ദ സ്ക്വയർ. ദാറ്റ് ഈസ് 4 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 2 സ്ക്വയർ 36 മൈനസ് 36 ഈക്വൽ ടു 0. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. Next question, the line x plus 1 by 2 equal to 5 minus 4 by 4 equal to z minus 2 by 5 passes through the point. ഓപ്ഷൻസ് കുറെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പോയിന്റ് ആണ് ഇത് ഇക്വേഷൻ ഈ ലൈനിലൂടെ പാസ് ചെയ്യുന്നത്? നമുക്ക് എളുപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിലെ ഓരോ പോയിന്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ഏത് പോയിന്റ് ആണ് അതിലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയാൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ -3 0 -3, ദാറ്റ് ഈസ് x ഈക്വൽ ടു -3, y ഈക്വൽ ടു 0 ആൻഡ് z ഈക്വൽ ടു -3. അത് എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ദാറ്റ് ഈസ് -3 പ്ലസ് 1 by 2, ദാറ്റ് ഈസ് എന്ത് വരും -2 by 2 -1, y ഈക്വൽ ടു 0 -4 by 4 -1, z equal to -3 -3 -2 -5 by 5 -1. ദാറ്റ് ഈസ് എല്ലാം -1 ആണ് കിട്ടിയത്. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലൈൻ പാസസ് ത്രൂ -3 0 -3. If the lines x minus 4 by m equal to y minus 3 by 2 equal to z plus 2 by 1 and x minus 3 by 1 equal to y minus 4 by 1 equal to z plus 3 by m are coplanar, then the values of m. അപ്പോൾ ഓരോ ഇക്വേഷൻ ഓരോ ലൈനിന് ഓരോ നെയിം ചെയ്തു, L1 L2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടീഷൻ ഫോർ കോപ്ലാനാരിറ്റി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 a1 b1 c1 a2 b2 c2 ഈക്വൽ ടു 0 വരണം. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഫസ്റ്റ് ഇക്വേഷനിലെ x1 എന്ന് പറയുന്നത് 4ഉം y1 3ഉം z1 -2 ആണ്. അതിവിടെ x2 മൈനസ് x1 കൊടുക്കുക. 3 മൈനസ് 4 4 മൈനസ് 3 -3 മൈനസ് -2. x2 3 ആണ്, y2 4 ആണ്, z2 -3 ആണ്. ഇനി a1 b1 c1 m21 ആണ്, m21. a2 b2 c2 11 m ആണ്, 11 m. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 1 -1 m21 11 m വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം. -2m -1 minus m square minus 1 minus m minus 2 equal to 0. നമ്മൾ ഈ ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ടാണ് ഡിറ്റർമിനന്റ് കണ്ടത്. ദാറ്റ് ഈസ് -1 ഇൻറ്റു ഇത് ഈ റോയും ഈ കോളവും നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ടേമിന്റെ ഡിറ്റർമിനന്റ് കാണുക. 2m -1 മൈനസ് ഈ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഫസ്റ്റ് റോയും നെഗ്ലക്ട് ചെയ്യുക. ബാക്കി m ഇൻറ്റു m സ്ക്വയർ -1 മൈനസ് 1 ഇൻറ്റു m minus 2 equal to 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ m സ്ക്വയർ പ്ലസ് 3m മൈനസ് 4 equal to 0 വരും. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം -4ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ എമ്മിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം -4ഉം ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The angle between the lines x minus 3 by -4 equal to y plus 2 by 3 equal to z minus 1 by 5 and x minus 2 by 2 equal to y minus 4 by 1 equal to z plus 3 by 3 is. ഈ രണ്ട് ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ വെക്ടർ എന്താണ്? b1 എന്ന് പറയുന്നത് താഴെ വരുന്ന ടേമില്ലേ, അതിന് ijk ടേംസിൽ എഴുതിയാൽ മതി. -4i plus 3j plus 5k ആണ് ഫസ്റ്റ് ലൈനിന്റെ ഡയറക്ഷൻ വെക്ടർ. സിമിലർലി സെക്കൻഡ് ലൈനിന്റെ ഡയറക്ഷൻ വെക്ടർ 2i plus j plus 3k ആണ്. cos θ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് അല്ല, മാഗ്നിറ്റ്യൂഡ് b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ നോം b1 നോം b2 ആണ്. b1 ഡോട്ട് b2 എന്ത് വരും? -4 into 2 -8, 3 into 1 3, 5 into 3 15. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -8 plus 3 plus 15, that is 10 വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 എന്ന് പറഞ്ഞാൽ √4 square plus 3 square plus 5 square, that is 5√2. b2ന്റെ മാഗ്നിറ്റ്യൂഡ് 2 square plus 1 square plus 3 square, that is √14.
അപ്പോൾ cos തീറ്റ എന്ന് പറഞ്ഞാൽ 10/5 √2 ഇൻറ്റു √14 വരും. ദാറ്റ് ഈസ് 5ഉം 10ഉം ക്യാൻസൽ ആയിട്ട് 2/√28. 28ന് 7 ഇൻറ്റു 4 ഇടാം. √4 2 ആണ്, 2ഉം 2ഉം കട്ടാവും. 1/√7 വരും. തീറ്റ എന്ന് പറഞ്ഞാൽ cos ഇൻവേഴ്സ് 1/√7. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. If the line x plus 1 by 4 equal to y plus 2 by minus 3 equal to z minus alpha by minus 2 passes through the point minus 1, minus 2, minus 3, then the value of alpha. ഈ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ സിംപ്ലി എന്ത് ചെയ്താൽ മതി, ഈ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും സ്ഥാനത്ത് ഈ പോയിന്റ് അപ്ലൈ ചെയ്യാം. എക്സിന്റെ അവിടെ -1, വൈയുടെ സ്ഥാനത്ത് -2, സെഡിന്റെ സ്ഥാനത്ത് -3. എന്നിട്ട് ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്മളാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലേ ആൽഫയുടെ വാല്യൂ കാണാൻ പറ്റൂ. അപ്പോൾ x plus 1 by 4 equal to z minus alpha by -2 എക്സിന് -1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പോൾ ഇവിടെ 0 വന്നു. which implies 3 plus alpha equal to 0, alpha equal to -3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Let x equal to a comma b and y equal to 1, 3, 4, 5 സെറ്റിലെ എലമെന്റ്സ് ആണ്. A subset of x given x bar y is selected at random. If A is an event of selecting a subset of x given y containing exactly 3 elements, then P of A. Probability of A ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സിലെ എലമെന്റ്സ് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? 2. വൈയിലെ 4 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എക്സ് ഗിവൺ വൈയിൽ എത്ര ഉണ്ടാവും? 2 × 4 8 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2⁸8, ദാറ്റ് ഈസ് 256 ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എക്സാക്ട്ലി 3 എലമെന്റ്സ് ഉള്ള സബ്സെറ്റിന്റെ പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സാക്ട്ലി 3 എലമെന്റ്സ് വരികയാണെങ്കിൽ NCK, that is 8C3 വരും. 8 കോമ്പിനേഷൻ 3 വരും. 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ, അത് 56 ആണ്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് വിത്ത് 3 എലമെന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് പ്രോബിലിറ്റി ഓഫ് എ. എന്ന് പറയുന്നത് സെലക്ടിങ് സബ്സെറ്റ് കണ്ടെയ്നിങ് എക്സാക്ട്ലി 3 എലമെന്റ്സ് ആണ്. അപ്പോൾ 3 എലമെന്റ്സ് വരാനുള്ളത് 8 × 7 ആണ്, ഡിവൈഡഡ് ബൈ 2⁸8. അപ്പോൾ 2⁸8, 8നെ 2�3 എന്ന് എഴുതാം. അപ്പോൾ 2⁸8നെ 2�3 × 2⁵ ഇത് രണ്ടും കട്ടായി. 7/32. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. A box contains 8 red ball, 10 white ball and 17 black ball. 2 balls are drawn one by one without replacement. The probability that the first ball drawn is white and the second ball is drawn is black is. ഇപ്പോൾ ഒരു ബോക്സിൽ 8 റെഡ് ബോൾ ഉണ്ട്, 10 വൈറ്റ് ബോൾ ഉണ്ട്, 17 ബ്ലാക്ക് ബോൾ ഉണ്ട്. നമ്മൾ 2 ബോൾ റാൻഡായിട്ട് സെലക്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, റീപ്ലേസ്മെന്റ് ഇല്ലാതെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന 2 ബോൾ എടുക്കുന്നതിൽ ആദ്യത്തെ ബോൾ വൈറ്റും രണ്ടാമത്തേത് ബ്ലാക്കും ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ എന്ന് പറഞ്ഞാൽ 8 + 10 + 17, ദാറ്റ് ഈസ് 35. ഇനി ഫസ്റ്റ് ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്താ? ടോട്ടൽ പ്രോബിലിറ്റി 35 ആണ്. അതിൽ ഫസ്റ്റ് വൈറ്റ് ആവണമെങ്കിൽ എത്ര ഉണ്ട്? വൈറ്റ് 10, 10/35. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോൾ ബ്ലാക്കും ഫസ്റ്റ് ബോൾ വൈറ്റും ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 17/34. കാരണം ഒരു ബോൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾ ആ സമയത്ത് 34 ഉള്ളൂ. ഓൾറെഡി ഒന്ന് നമ്മൾ വൈറ്റ് ബോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 34 ബോൾ ഉണ്ട്. ആ 34 ബോളിൽ നിന്ന് സെക്കൻഡ് ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി, ബ്ലാക്ക് ബോൾ എത്ര ഉണ്ട്? 17 ഉണ്ട്. ഇനി ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ, ഫസ്റ്റ് ബോൾ വൈറ്റും സെക്കൻഡ് ബോൾ ബ്ലാക്കും ആവാനുള്ള പ്രോബിലിറ്റി, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10/35 × 17/34. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/7 വരും. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. Let S equal to set 2, 5, 8, 11, 14, 17, 20, 23. Two integers m n are chosen 1 by 1 from S with the replacement. Then the probability that m n is odd. നമുക്ക് S എന്ന് പറഞ്ഞൊരു സെറ്റ്, അതിലെ 2 ഇൻറ്റിജർ എമ്മും എന്നും നമ്മൾ റാൻഡായിട്ട് സെലക്ട് ചെയ്യാണ്. റീപ്ലേസ്മെന്റ് വഴിയാണ് ഒന്ന് റീപ്ലേസ്മെന്റ് പോസിബിൾ ആണെന്ന് ഒരു ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും നമ്മൾ സെലക്ട് ചെയ്ത 2 ഇൻറ്റിജേഴ്സിന്റെ പ്രൊഡക്റ്റ് ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട് സെറ്റിൽ? 8 എലമെന്റ്സ് ഉണ്ട്. ഇനി ഓഡ് എലമെന്റ്സ് 4 എണ്ണമാണ്.
അപ്പോൾ ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി 8 4/8, അപ്പോൾ 1/2. എം ഓഡ് ആണെങ്കിൽ എൻ ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി 1/2 തന്നെയാണ്. അപ്പോൾ ഇവന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എം എൻ ഓഡ് ആവാൻ, പ്രൊഡക്റ്റ് ഓഡ് ആവാണെങ്കിൽ എം ഓഡ് ആവാം അല്ലെങ്കിൽ എൻ ഓഡ് ആവാം. അതായത് 1/2 ഇൻറ്റു 1/2 1/4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. In a class, there are n students. The mean of marks obtained by these n students in an exam is 65. If the mark of one student is increased from 50 to 75 and the new mean is 66, then the value of n is equal to. അതായത് n സ്റ്റുഡൻസിലെ ഒരു ക്ലാസ് ആണ്. അതിലെ മാർക്കിന്റെ മീൻ എന്ന് പറയുന്നത് 65 ആണ്. ഇനി ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് 50 ന്ന് 75 ആയിട്ട് മാറി. അപ്പോൾ ന്യൂ മീൻ 66 ആയി. അങ്ങനെയാണെങ്കിൽ n എന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ n ആണല്ലോ, അതാണ് 65. അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 65 n ആണ്. ന്യൂ മീൻ എന്ന് പറയുന്നത് 66, ദാറ്റ് ഈസ് ടോട്ടൽ പ്ലസ് 25. ടോട്ടലിന് 25 ആണ് ഇൻക്രീസ് ചെയ്തത്. 50 ന്ന് 75 ഇൻക്രീസ് 25 അല്ല ഇൻക്രീസ് വന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ പ്ലസ് 25 ബൈ n ഈക്വൽ ടു 66. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 65 n ആണ്, ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ n ഈക്വൽ ടു 25 വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലിമിറ്റ് x tends to 0, 1 minus cos 4x divided by tan square 2x equal to. അപ്പോൾ 1 minus cos 2x എന്ന് പറഞ്ഞാൽ 2 sin square x ആണ്. ഇവിടെ 4x ആണുള്ളത്. അപ്പോൾ sin square 2x ആവും. tan square 2x നെ sin square 2x by cos square 2x എന്ന് എഴുതാം. sin square cancel ആയി. ഈ cos square 2x ന്യൂമറേറ്ററിലോട്ട് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to 0, 2 cos square 2x എന്ന് വരും. cos square ലിമിറ്റ് x ന് 0 കൊടുത്താൽ cos 0 എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ക്വയർ 1 ഇൻറ്റു 2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലിമിറ്റിന്റെ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കീം PYQ സീരീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.